അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആധുനിക ടെക്നോളജിയും ദുരന്തങ്ങളും എന്ന ഒരു സബ്ജക്റ്റാണ് 1 മണിക്കൂർ കൊണ്ട് തീർക്കാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ആധുനിക ടെക്നോളജിയെക്കുറിച്ച് പറയേണ്ട ഒരാവശ്യമില്ല. അതിൽ പ്രധാനപ്പെട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മൊബൈൽ ഫോണിലെ ചില ദുരന്തങ്ങളാണ്. പ്രധാനമായും ഇന്ന് മൊബൈൽ ഫോണിനെ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത ഒരു കുടുംബവും ഇല്ല, ഒരു വ്യക്തിയും ഇല്ല. അത്രയും മൊബൈൽ സാങ്കേതിക വിദ്യ വളർന്ന് പന്തലിച്ചു. കമ്പ്യൂട്ടറും അതുപോലെ വളർന്ന് പന്തലിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെ ഗുണങ്ങൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ധാരാളം അറിയാവുന്നതാണ്. പക്ഷെ ഈ 2 സാങ്കേതിക വിദ്യ പറയുന്നതിന് മുൻപ് ഒരു ചെറിയ ഒരു സബ്ജക്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ദുരന്തത്തിലേക്ക് കടക്കുകയാണ്. GSM എന്നൊക്കെ പറയുന്ന മൊബൈൽ വന്നു. എല്ലാവരും അതൊരു കോളേജിലും സ്കൂളിലും പോകാതെ തന്നെ നമ്മൾ അത് മനസ്സിലാക്കി, അതിൻ്റെ ഉപയോഗവും അതിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെല്ലാം. കമ്പ്യൂട്ടറും അതുപോലെ തന്നെ കോളേജിലും സ്കൂളിലും മറ്റു സ്ഥാപനങ്ങളിലും പോയി പഠിച്ചതും അല്ലാതെ സ്വന്തമായി പഠിച്ചും ഈ കമ്പ്യൂട്ടറുകൾ ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് സാധാരണക്കാരും. അതൊരു വെറും ടൂൾ മാത്രമാണ്. കമ്പ്യൂട്ടർ എന്നത് ഒരു ടെക്നോളജിയോ ഒരു സംഭവമോ ഒരു ഉപകരണമോ അല്ല, അതൊരു ടൂൾസ്, ഒരു ആയുധം മാത്രമാണ് ഇന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ ഇതാ 3ാമത്തെ ഒരു സാങ്കേതിക വിദ്യയും കൂടി നമ്മുടെ നാട്ടിലേക്ക് അല്ല ഈ ലോകത്തേക്ക് കടന്നു വന്നിരിക്കുന്നു എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് ഈ ഡിസ്പ്ലേയിൽ എഴുതി വെച്ച GPS എന്ന സാങ്കേതിക വിദ്യ. GSM, ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, ഇമെയിൽ എന്നൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകൾ ഇന്നൊരു സാധാരണക്കാരും മനസ്സിലാക്കി കഴിഞ്ഞു. അതുപോലെ ഇതാ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി മറ്റുള്ളവർ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഈ GPS എന്ന് പറയുന്നത്. GPS എന്ന് പറയുമ്പം ഞാൻ അതിൻ്റെ ഉപയോഗം മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ആ ദുരന്ത കഥയിലേക്ക് കടക്കുകയാണ്. GPS ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം. ഇന്ന് ഇന്റർനെറ്റും അല്ലെങ്കിൽ കമ്പ്യൂട്ടറും അല്ലെങ്കിൽ മൊബൈലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇവിടെ കുറേ ടവറുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞു. പല ഭാഗത്തും ടവറുകളും അതിൻ്റെ ആന്റിനകളൊക്കെ നമുക്കൊക്കെ കണ്ടാൽ മനസ്സിലാകും, ഏത് സാധാരണക്കാർ കണ്ടാൽ മനസ്സിലാവും അത് മൊബൈൽ ടവർ ആണെന്ന്. അത് മൊബൈൽ പ്രവർത്തിക്കാൻ വേണ്ടി സജ്ജീകരിച്ച ഒരു സംവിധാനം. അതുപോലെ ഈ GPS എന്ന ഈ സാങ്കേതിക വിദ്യ പ്രവർത്തിക്കാൻ വേണ്ടി സജ്ജീകരിച്ചത് ഇങ്ങ് ഭൂമിയിലല്ല, അങ്ങ് മേലെ ആകാശത്തിലാണ് എന്ന് മാത്രം. കുറേ ടവറുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. 24 ടവർ മതിയത്രേ ഭൂമിയെ മൊത്തം ഈ സാങ്കേതിക വിദ്യ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ആന്റിന സ്ഥാപിച്ചിട്ടുള്ളത് അങ്ങ് മേലെയാണ്. എന്തിനു വേണ്ടി? ഒറ്റ വാക്ക് പറഞ്ഞാൽ, അതിൻ്റെ അങ്ങേ അറ്റത്തെ വാക്ക് പറയുകയാണെങ്കിൽ, ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെയും കാണാനും അവയുടെ ശബ്ദം കേൾക്കാനും അത് നിർണയിക്കാനും, ഉറങ്ങുന്ന വസ്തുവാണോ ഉണർന്ന വസ്തുവാണോ, ജീവനുള്ളതാണോ ജീവനില്ലാത്തതാണോ, കടലാണോ കരയാണോ മരങ്ങളാണോ സമുദ്രത്തിലെ ആഴക്കടലിൽ ഓടുന്ന കുഞ്ഞു മീനുകളാണോ എന്ന് ഒരു മനുഷ്യന്റെ വിരൽ തുമ്പ് കൊണ്ട് മറ്റൊരു മനുഷ്യന് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് തൽക്കാലം ഈ GPS എന്ന അത് മനസ്സിലാക്കുക. ഇതൊക്കെ പടച്ചോന് മാത്രം സാധിക്കുന്നതല്ലേ എന്നൊക്കെ നമ്മൾ മദ്രസയിലും പല പാഠപുസ്തകങ്ങളിലും പഠിച്ചിട്ടുണ്ട്. പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും, സംശയിച്ചു പോകും. ഇതൊക്കെ മറഞ്ഞ കാര്യങ്ങളല്ലേ, പടപ്പുകൾക്ക് കിക്കത്ത് അറിയോ, എന്താ ഈ പറയുന്നത്? പടച്ചവന്റെ ഒരു കഴിവിനെ കുറിച്ചാണല്ലോ ഇവിടെ ഈ പറഞ്ഞത്. എന്ത്? ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളെയും കാണാനും കണ്ടെത്താനും അവ നിരീക്ഷിക്കാനും, അത് ഉണരുന്നതാണോ ഉറങ്ങിയതാണോ ചലിക്കുന്നതാണോ ചലിക്കാത്തതാണോ കടലാണോ കരയാണോ എന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ഒരു മനുഷ്യന്റെ കണ്ണുകൊണ്ട് കണ്ടെത്താൻ അല്ലെങ്കിൽ അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ ആ വിദ്യയുടെ വലിപ്പം നിങ്ങളൊന്ന് ഊഹിച്ചാൽ മതി, എത്ര വലുതാണ്. അപ്പൊ ചോദിക്കും, ഭൂമിയെ പറ്റൂ? അല്ല, ഈ പ്രപഞ്ചത്തിലെ 6000 കോടി നക്ഷത്രങ്ങളെപ്പോലും ഇതിന്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 6000 കോടി, അതൊന്നുമല്ല നക്ഷത്രങ്ങൾ, അതിലപ്പുറമുണ്ട്. 6000 കോടി നക്ഷത്രങ്ങളും ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 1200 ഉപഗ്രഹങ്ങളും ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിലെ ഓടുന്ന സർവ്വ വിമാനങ്ങളും ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കടലിലൂടെ ഓടുന്ന മുഴുവൻ കപ്പലുകളും ഇതിന്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന മുഴുവൻ കാറുകളെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ മനുഷ്യനും ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ അവരെ നിരീക്ഷിക്കാൻ പറ്റുമെന്നാണ് ഇവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 24 ഉപഗ്രഹം ഇങ്ങനെ ശൂന്യാകാശത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി. ചുരുക്കി പറഞ്ഞാൽ 1 ഇഞ്ച് 2.5 സെന്റിമീറ്റർ വലിപ്പത്തിലാക്കി ഭൂമിയെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകതയെ പറയുന്നത്, മൊത്തം ഗ്ലോബിനെ 1 ഇഞ്ച് 2.5 സെന്റിമീറ്റർ വലിപ്പത്തിലാക്കി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു 2.5 സെന്റിമീറ്റർ സ്ഥലം എവിടെയാണ്?
അവിടെ മനുഷ്യനുണ്ടോ, അവിടെ ഏതെങ്കിലും ജീവജാലങ്ങളുണ്ടോ, ആ ജീവജാലങ്ങളൊക്കെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചലിക്കുന്നതാണോ നിൽക്കുന്നതാണോ എന്നെല്ലാം നിരീക്ഷിക്കാനാണ് ഈ സാങ്കേതികവിദ്യ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി 24 ഉപഗ്രഹങ്ങൾ അങ്ങ് ഭൂമിക്ക് മുകളിൽ 18,000 കിലോമീറ്റർ മുകളിലായി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഈ സിഗ്നൽസ് അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി നൽകാൻ വേണ്ടിയിട്ട്. അതും ഒരു മാസ വാടകയോ മറ്റോ മനുഷ്യരിൽ നിന്നും ഈടാക്കാതെ. മൊബൈൽ പോലെയല്ല, കമ്പ്യൂട്ടർ പോലെയല്ല, ഇന്റർനെറ്റ് പോലെയല്ല, ഇമെയിൽ പോലെയല്ല. ഇതിനൊക്കെ മന്ത്ലി പൈസ കൊടുക്കണം. ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ലോക ജനതയ്ക്ക് ഇത് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഒരുക്കിയിട്ടുള്ളത്, ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യ ഒരുക്കിയിട്ടുള്ളത് അമേരിക്കയിലെ നാസയും ഗൂഗിൾ എന്നൊരു കമ്പനിയും മൈക്രോസോഫ്റ്റും മൂന്നും കൂടി സംയുക്തമായിട്ടാണ് ഈ ഒരു സാങ്കേതിക വിദ്യ ഭൂമിയിലാകമാനം നെറ്റ്വർക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടി ഇത് സൗജന്യമായി കൊടുക്കുന്നുള്ളത് നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. ഒരു സാറ്റലൈറ്റിന്റെ ചിത്രമാണ് നിങ്ങളെ കാണുന്നത്. ഇത്തരം 24 ഉപഗ്രഹങ്ങളാണ്. അതിന്റെ ചെറിയ ചിത്രം അടുത്ത പേജിലുണ്ട്. നെക്സ്റ്റ്. സെൻട്രലാ കാണുന്നത് ഭൂമിയാണ്. ചുറ്റും കാണുന്ന ചെറിയ കുത്തുകുത്തായി കാണുന്നത് 24 ഉപഗ്രഹങ്ങളാണ്. ഇങ്ങനെ ഭൂമിക്ക് മുകളിലായി ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് പ്രവർത്തിച്ചു തുടങ്ങിയത് 15 വർഷങ്ങൾക്ക് മുമ്പെയാണ്. അതിപ്പോഴും അവസാനിച്ചിട്ടില്ല, അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലെന്തെങ്കിലും കേടുപാടുകളൊക്കെ സംഭവിച്ചാൽ ഭൂമിയിൽ നിന്നിട്ട് അങ്ങ് USA കൊറോഡോ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ആണ് ഇതിന്റെ കൺട്രോളൊക്കെ പ്രവർത്തിക്കുന്നത്. അമേരിക്കയാണ് ഇതിന്റെ ഇപ്പോൾ അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ റഷ്യയുടെ ഒരു കമ്പനിയും ഇന്ത്യയുടെ ഒരു കമ്പനിയും ഇപ്പോൾ പ്രവർത്തിച്ചു